ഹലോ ഫ്രണ്ട്സ്, മോട്ടോർ വ്ളോഗ്സ് ജോവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്ന് ഫോർച്യൂണർ, ഒരു അടിപൊളി ഫോർച്യൂണർ നിസ്സാര പൈസയ്ക്ക് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ സ്വപ്നം കാണുന്ന ഒരാൾക്കാരാണെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഒരു അടിപൊളി ഫോർച്യൂണറായിട്ടാണ് വന്നിട്ടുള്ളത്. ഡൽഹി വണ്ടിയാണ് ഇത്. 2015 മോഡല്, സിംഗിൾ ഓണർ. ടയറൊക്കെ നോക്കി നല്ല അടിപൊളി കണ്ടീഷനിലുള്ള 4 ഓൾ ടെറൈൻ ടയേഴ്സ്. സിംഗിൾ ഓണർ, ഡീസൽ ഓട്ടോമാറ്റിക് 4x2 മോഡൽ കേട്ടോ. 2015 സിംഗിൾ ഓണർ വണ്ടിയാണ്. 83,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടിയാണ്. പിന്നെ കമ്പനി സർവീസ് ഉണ്ട്. NOC നിങ്ങൾക്ക് എടുത്തുതരും. 3.0 D4D ഓട്ടോമാറ്റിക്കിൻ്റെ ബാഡ്ജ്. ആകെ രണ്ട് കംപ്ലൈൻ്റാണ് ഈ വണ്ടിക്കുള്ളത്. ഒന്ന്, റൈറ്റ് സൈഡിലെ ടെയിൽ ലാമ്പ് ഒന്ന് പൊട്ടിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെൻ്റ് ഉണ്ട്. അത് വണ്ടി ഇടിച്ചതൊന്നുമല്ല, അത് ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ വണ്ടി നിങ്ങൾ നോക്കുക. നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞതിൻ്റെ കൂടെ എത്ര നീറ്റായിട്ടാണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്, സൈഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. തട്ടലോ കോറലോ സംഭവങ്ങളൊന്നുമില്ല, എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതാണ്. ആക്സിഡൻറ്റോ ഫ്ലഡോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല. ആ ബാക്ക് സൈഡിലെ ടെയിൽ ലാമ്പ് വണ്ടി ഡൽഹിയൊക്കെയല്ലേ, നിങ്ങൾക്ക് അറിഞ്ഞൂടെ വണ്ടികളുടെ ഒക്കെ ഒരു തിരക്ക് ചെറുതായിട്ട് ഇച്ചിരി ഇങ്ങനെ ഒന്ന് തട്ടിയിട്ടുണ്ട്. വേറെ അത് ഞങ്ങൾ മാറ്റിയിട്ട് പോലും ഇല്ല കേട്ടോ, അതങ്ങനെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഉള്ളിലൊക്കെ നിങ്ങൾ നോക്കുക എത്ര നല്ല രീതിയിലാണ് ആ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതെന്ന്. ക്ലീനാണ്. സീറ്റ് കാര്യങ്ങളൊക്കെ നോക്കാം. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ സീറ്റ് കാര്യങ്ങളൊക്കെയാണ്. 83,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണറാണ്. അതിപ്പോഴും നമുക്കൊരു സിംഗിൾ ഓണർ വണ്ടി കിട്ടാൻ കുറച്ച് പാടാണ് ഇപ്പോഴും. അപ്പോൾ ഇത് സിംഗിൾ ഓണറാണ്. നമ്മൾ കേരളയിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് NOC നമ്മൾ എടുത്തു തരും. ഇതിൻ്റെ പ്രൈസ്, ആസ്കിംഗ് പ്രൈസ് 15,50,000 രൂപയാണ് ചോദിക്കുന്നത്. 15.5 ലക്ഷം പ്ലസ് 1% ഡീലർ കമ്മീഷനും വരും. അപ്പോൾ ഈ 15.5 ലക്ഷത്തിന് നിങ്ങൾക്ക് NOC എടുത്തു തരും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് എവിടെയാണെങ്കിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഓണറേ ആവുന്നുള്ളൂ. മാത്രമല്ല, ഫാൻസി നമ്പർ എടുക്കണമെങ്കിൽ ഫാൻസി നമ്പർ എടുക്കാം. കാരണം പക്ക ഒരു മാഫിയ വണ്ടിയാണല്ലോ ഫോർച്യൂണർ. അതുമാത്രമല്ല, വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതും യൂസ് ചെയ്തിട്ടുള്ളതും കമ്പനി സർവീസൊക്കെ ഉള്ള വണ്ടിയാണ്. അപ്പോൾ ഇപ്പോഴും എന്താ പറയുക, ഒരു മിൻറ്റ് കണ്ടീഷൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെയൊക്കെയുള്ള വണ്ടിയാണ്. സീറ്റ് കാര്യങ്ങളൊക്കെ ആയാലും നല്ല ക്വാളിറ്റിയിലാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഓടിക്കാനും നല്ല സുഖമായിരുന്നു. നമ്മൾ ഡ്രൈവ് ചെയ്ത് നോക്കി, വളരെ എൻജിൻ ലെവലൊക്കെ നല്ല റിഫൈൻമെൻ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. ആകെ 83,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഈ സൈഡിലെ ഈ ഒരു ടെയിൽ ലാമ്പ് നമുക്കത് മാറ്റിയിട്ട് വേണമെങ്കിൽ വീഡിയോ എടുക്കാം, പക്ഷെ നമ്മൾ ചെയ്തിട്ടില്ല. ആ ടെയിൽ ലാമ്പ് ഒരു വണ്ടിയുടെ സൈഡിൽ ചിടുങ്ങിനി ഒന്ന് തട്ടിയിട്ട് അത് പൊട്ടിയിട്ട് അതിൽ വെള്ളം കയറിയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെൻ്റ് ഉണ്ട്. അത് വണ്ടി ഇടിച്ചതല്ല, കല്ലിട്ടിട്ട് ചിന്നിൽ വന്നപ്പോൾ കമ്പനി ഷോറൂമിൽ തന്നെ അതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെൻറ്റ് ഉണ്ടെന്നുള്ളത്. അത് ഇടിച്ചിട്ടില്ല എന്നുള്ളത് കാണിക്കുക. ഇപ്പോൾ ഇവിടെ നോക്കാം നിങ്ങൾ. ഇപ്പോൾ ഇവിടുത്തെ പഞ്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഫ്രണ്ടിലെ കമ്പനി പഞ്ചിങ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. അതായത് ഫ്രണ്ടിൽ നിന്ന് ഇടി വന്നിട്ടില്ല, മനസ്സിലായ, ഇടി വന്നിട്ടില്ല. പിന്നെ സൈഡിലെ നോക്കാം, ആപ്രോണിലെ പേസ്റ്റിങ് കാര്യങ്ങൾ, സൈഡിലെ പഞ്ചിങ് കാര്യങ്ങളൊക്കെ ഇൻറ്റാക്റ്റാണ്. അതായത് ഇടിച്ചിട്ടല്ല വണ്ടി അതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ അടുത്ത് ഉള്ള റീപ്ലേസ്മെൻ്റ് ഉള്ള കാര്യങ്ങൾ നമ്മൾ അതുപോലെ തന്നെ പറയാണ്. ഈ സൈഡിലും നോക്കിക്കോ, എല്ലായിടത്തും പഞ്ചിങ് കാര്യങ്ങളൊക്കെ ഇൻറ്റാക്റ്റാണ്. മുകളിൽ നോക്കാം നിങ്ങൾ, അവിടുത്തെ പേസ്റ്റിങ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. അപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.